ഇതാണ് ദ റിയൽ മെയ്ലീഗോ. മാർവിൻ ഹീമേർ എന്ന ഈ വ്യക്തി ഒരു വെൽഡിംഗ് ഷോപ്പിന്റെ ഓണറാണ്. അദ്ദേഹത്തിന്റെ കടയുടെ തൊട്ടടുത്ത് ഒരു സിമന്റ് ഫാക്ടറി വരാൻ പോവുകയാണെന്നും ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കടയിലേക്കുള്ള വഴി പൂർണ്ണമായും ബ്ലോക്ക് ആവും എന്ന് മനസ്സിലാക്കിയ മാർവിൻ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ അധികാരികളെ സമീപിച്ചെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. അതുമാത്രമല്ല, അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെയായിരുന്നു വാർത്ത നൽകിയത്. അധികാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അവഗണന നേരിട്ട മാർവിൻ ഏകദേശം 1.5 വർഷത്തോളം കാലം തന്റെ കട അടച്ചിട്ടു. 1.5 വർഷങ്ങൾക്ക് ശേഷം 2004 ജൂൺ 4-ാം തീയതി മാർവിൻ തന്റെ കടയുടെ മതിലും തകർത്ത് ഒരു ബുൾഡോസറുമായിട്ട് പുറത്തേക്ക് വരുന്നു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ഭീമൻ ബുൾഡോസർ. ബുൾഡോസറുമായിട്ട് പുറത്തേക്ക് വന്ന മാർവിൻ തന്നെ ദ്രോഹിച്ച ആൾക്കാരുടെ കെട്ടിടങ്ങളൊക്കെ തകർക്കാൻ തുടങ്ങി. തന്റെ കടയുടെ മുമ്പിൽ നിർമ്മിച്ച സിമന്റ് ഫാക്ടറിയും തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയ പത്രത്തിന്റെ ഓഫീസും അവിടുത്തെ മേയറുടെ വീടുമെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു നിരപ്പാക്കി. പോലീസുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് നടന്നില്ല. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് മാർവിൻ ഉണ്ടാക്കിയത് $7 മില്യൺ നാശനഷ്ടമായിരുന്നു.